അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ എല്ലാവരും ഒരുപാട് സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് സമ്പത്ത് കൂടിയേ തീരൂ. സമ്പത്ത് ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ആരുമില്ല. സമ്പത്ത് ആവശ്യമാണ് ഈ ദുനിയാവിൽ ജീവിക്കാൻ. അപ്പോൾ അത് ഹലാലായ സമ്പത്ത് ആവണം. അള്ളാഹു താല അത് ഹലാലായ രീതിയിൽ നമുക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഹലാലായ രീതിയിൽ നമുക്ക് സമ്പത്ത് വന്നു ചേരുന്ന, നമ്മുടെ ദാരിദ്ര്യം മാറുന്ന, അതിനുള്ള വഴികൾ തുറന്നു തരാൻ സഹായിക്കുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. അത് ചൊല്ലിയിട്ട് ഒരാൾക്കുണ്ടായ അനുഭവമാണ് ഇന്ന് പറയുന്നത്. എല്ലാവരും മുഴുവനായി കണ്ടിട്ട് ഇത് മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് മനസ്സിലാക്കി ചൊല്ലുക, ഇത് പതിവാക്കുക. എന്നാൽ നമുക്കും വിശ്വാസത്തിനനുസരിച്ച് നല്ലതായ ഹലാലായ സമ്പാദ്യം ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ കയ്യിൽ പൈസ വന്നു ചേരാൻ യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മ പതിവാക്കുക. യാ വഹാബു യാ അല്ലാ എന്ന ഇസ്മിന്റെ അർത്ഥം സർവദാതാവ്, അത്യുദാരൻ എന്നൊക്കെയാണ്. ഈ നാമം പതിവാക്കി വരുന്നവർക്ക് സമ്പത്ത് വർദ്ധിച്ചു വരുന്നതാണ്. അതായത് സാമ്പത്തിക വരുമാനം അവനിൽ വന്നു നിറയുന്നതാണ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ യാ വഹാബു യാ അള്ളാ എന്ന ഇസ്മ പതിവായി ചൊല്ലിയാൽ അയാൾക്ക് വിശാലമായ ആഹാരം ലഭിക്കുന്നതും അറിയാതെ ബുദ്ധിമുട്ടുകൾ നീങ്ങി സുഖജീവിതം വരുന്നതുമാണ്. ഇത് സുജൂദിൽ കിടന്നുകൊണ്ട് പതിവാക്കിയാൽ അള്ളാഹു അയാളെ ആരും ആശ്രയിക്കാത്ത വിധത്തിൽ സമ്പന്നനാക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഭൂലോക ഭരണവും മറ്റും ലഭിച്ചത് ഈ ദിക്ർ മൂലമാണെന്ന് കിതാബുകളിൽ കാണാം. വുളു ചെയ്തുകൊണ്ട് ഈ ഇസ്മിനെ പതിവാക്കുക. അശുദ്ധി സമയത്തും ചെല്ലാവുന്നതാണ്. വുളു ചെയ്തിട്ടാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ ഇതിന്റെ ഫലം വേഗത്തിൽ ലഭിക്കുന്നതാണ്. എല്ലാവരും പതിവായി ചൊല്ലുക. അള്ളാഹു നമുക്ക് ജീവിക്കാനുള്ള സമ്പത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.